പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പള്ളികൾ ആശങ്കയിലാണ്, നമ്മുടെ വഖഫ് സ്വത്തുകൾ ആശങ്കയിലാണ്. ഈ വഖഫ് ബോർഡുകളിലേക്ക് നിയമിക്കപ്പെടുന്നവൻ വർഗീയമായി ചിന്തിക്കുന്നവനും മുസ്ലിങ്ങളുടെ താല്പര്യത്തിന് എതിരെ നിൽക്കുന്നവനുമാണെങ്കിൽ അവിടെയാണ് വീണ്ടും നമ്മൾ ആലോചിക്കേണ്ടത്. ഈ നമ്മുടെ പള്ളികളുടെ മുഴുവനും മടിയാധാരങ്ങൾ ഉൾപ്പെടെയുള്ളത് കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് വർഗീയ താല്പര്യമുള്ള ചിലർ കടന്നു വന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് പലതരത്തിലുള്ള രാഷ്ട്രീയങ്ങൾ ഉണ്ടാവാം, പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാവാം. പക്ഷേ മുസ്ലിം എന്ന നിലയിൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പോരാടേണ്ടവരാണ് നമ്മൾ സുജൂദ് ചെയ്യുന്ന മണ്ണുകൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പടപൊരുതേണ്ടവരാണ്. നമ്മൾ ആലോചിച്ചാൽ മതി, ബുദ്ധിയുള്ളവർക്ക് ആലോചിക്കാനാണ്. ഷോൺ ജോർജ് എന്ന് പറയുന്ന വർഗീയവാദി കേസ് കൊടുത്തത് മുസ്ലിങ്ങളുടെ പള്ളികൾ നന്നാക്കാനോ മുസ്ലിങ്ങളുടെ പള്ളികളുടെ പ്രവർത്തനങ്ങൾ ചൊവ്വാക്കാനോ അല്ലെന്ന് കൃത്യമായി ചിന്തിക്കാനുള്ള ബുദ്ധിയും വിചാരവും വിവേകവും നമുക്കുണ്ടാവണം. നമ്മുടെ ഓരോരുത്തരുടെയും പൗരത്വം ചോദ്യം ചെയ്തപ്പോ, ഈ മണ്ണ് നിങ്ങളുടേതല്ല എന്ന് പറയാനുള്ള താല്പര്യങ്ങളും ശ്രമങ്ങളും ഉണ്ടായപ്പോ അരുതേ എന്ന് വിളിച്ചു പറഞ്ഞ് നമ്മൾ രംഗത്തിറങ്ങിയവരാണ്. പക്ഷേ നമ്മൾ സുജൂദ് ചെയ്യുന്ന ഭൂമികൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഭവനങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തുകൊണ്ടാണ് സംഘടിക്കാൻ കഴിയാത്തത്? അള്ളാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഭൂമികൾക്ക് വേണ്ടി നമുക്കെന്തുകൊണ്ടാണ് കൃത്യമായ ഒരു നിലപാട് പറയാൻ കഴിയാത്തത്? നമുക്കെന്തുകൊണ്ടാണ് ആർജവത്തോടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ കഴിയാത്തത്? നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ ബോർഡിൽ അംഗത്വം വേണമെന്ന് മുസ്ലിങ്ങൾ പറഞ്ഞിട്ടില്ല.